നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ആദ്യം മിനിസ്ക്രീനിലും പിന്നീട് സിനിമയിലും അഭിനയിച്ച പ്രേക്ഷക പ്രശംസ നേടിയ നടിയാണ് വീണ നായർ. വെള്ളിമൂങ്ങ എന്ന സിനിമയിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കഥാപാത്രമാണ് വീണയുടെ കരിയറിൽ വലിയ വഴിത്തിരിവായത്. പ്രൊഫഷണൽ ലൈഫ് വിജയകരമായി മുന്നോട്ടു പോകുമ്പോഴും വ്യക്തി ജീവിതത്തിൽ നിരവധി നഷ്ടങ്ങൾ കഴിഞ്ഞ കുറച്ചു വർഷത്തിനിടയിൽ വീണയ്ക്കുണ്ടായി. മാസങ്ങൾക്ക് മുൻപാണ് നടി വീണയും ഭർത്താവ് അമനും തമ്മിൽ വേർപിരിഞ്ഞത്. ബിഗ് ബോസ് മലയാളത്തിന് ശേഷമാണ് ഇരുവരും വേർപിരിയാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇതോടെ ബിഗ് ബോസ് ആണോ ഇരുവരുടെയും വേർപിരിയലിന് കാരണമെന്ന നിലയിൽ ചർച്ചകളുണ്ടായിരുന്നു. 2022 മുതൽ വീണയും ഭർത്താവും വേർപിരിഞ്ഞുവെങ്കിലും നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയത് മാസങ്ങൾക്ക് മുൻപായിരുന്നു. തുടക്ക സമയത്ത് വേർപിരിയൽ അംഗീകരിക്കാൻ പ്രയാസമായിരുന്നുവെങ്കിലും ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അതിൽ നിന്ന് താൻ ഏറെ മുന്നോട്ട് വന്നു കഴിഞ്ഞു എന്നാണ് വീണ നായർ പറഞ്ഞിട്ടുള്ളത്. വളരെ സൗഹൃദത്തോടെയാണ് വീണയും സ്വാതി സുരേഷും വേർപിരിഞ്ഞത്. കോടതിയിൽ വെച്ച് ടാറ്റ ബൈ ബൈ പറഞ്ഞു വരുന്ന വീഡിയോ ഒക്കെ വൈറലായിരുന്നു. വേർപിരിയുന്നതിന് തൊട്ടു മുൻപ് നൽകിയ അഭിമുഖത്തിൽ ഇപ്പോൾ താൻ വളരെ സ്വസ്ഥവും സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നു എന്നും യാതൊരു തര വിഷമങ്ങളും ഇല്ല എന്നും വീണ നായർ വ്യക്തമാക്കി. മകനാണ് ഇപ്പോൾ ജീവിക്കാനുള്ള പ്രതീക്ഷ. യാത്രകളും തന്റെ വർക്കും ജോലിയുമായി തിരക്കിലാണെന്നും വീണ പറഞ്ഞിരുന്നു. വർക്ക് വരാതിരിക്കുമ്പോൾ വിഷമമുണ്ടാകുമെന്നാൽ നിലവിൽ നല്ല അവസരങ്ങളുണ്ട്. ഡൊമിനിക്കാണ് പുതിയ സിനിമ എന്നും വീണ പറഞ്ഞതാണ്. തങ്ങളുടെ വേർപിരിയൽ ഒരിക്കലും മകനെ വേദനിപ്പിക്കരുത് എന്ന നിർബന്ധം അമനും വീണ നായർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടുപേർക്കും ഒപ്പം മാറി മാറി അമ്പാടി താമസിക്കുന്നു. ഇപ്പോഴിതോ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നയാൾക്ക് നമ്മളെ ഏറ്റവും നന്നായി വേദനിപ്പിക്കാൻ കഴിയൂ എന്ന് താൻ മനസ്സിലാക്കിയെന്ന് പറയുകയാണ് വീണ. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം. രണ്ടാം വിവാഹത്തെക്കുറിച്ചും ബിഗ് ബോസ് ജീവിതത്തെക്കുറിച്ചും എല്ലാം നടി മനസ്സ് തുറന്നു. ഒരു പ്രായത്തിൽ നമുക്ക് എടുത്തുചാട്ടമായിരിക്കും, കൂടുതൽ മുന്നും പിന്നും നോക്കില്ല. ഒരു വഴക്കുണ്ടായാൽ ബാക്കി എന്താകുമെന്ന് പോലും ചിന്തിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ചിന്തിച്ചേ പറ്റൂ. കാരണം വീട്ടിൽ ഒരു കുഞ്ഞുണ്ട്. ഞാൻ TTRനോട് വഴക്കുണ്ടാക്കുകയും തട്ടുകടക്കാരനെ അടിക്കാൻ പിടിക്കുകയും ഷോയിൽ വെച്ച് എന്നെ പ്രാങ്ക് ചെയ്തതിന് ഒരാളെ ചീത്ത വിളിച്ച് തല്ലിയിട്ടുമുണ്ട്. ഇപ്പോൾ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ എനിക്കറിയാം. ഈ സ്റ്റേജിലേക്ക് ഞാൻ എത്തിയിട്ട് 2-3 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഫിസിക്കലി പുരുഷന്മാരാണ് സ്ട്രോങ് എങ്കിലും മെന്റലി സ്ട്രോങ് സ്ത്രീകളാണ്. ഡൗൺ ആയാൽ ആണുങ്ങൾ ഡൗൺ ആയി പോകും. സ്ത്രീകൾ കുറച്ച് കരഞ്ഞാലും പിന്നീട് തിരിച്ചു വരും. നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നയാൾക്ക് നമ്മളെ ഏറ്റവും നന്നായി വേദനിപ്പിക്കാൻ കഴിയൂ. നമ്മളെ ഏറ്റവും നന്നായി വിശ്വസിക്കുന്നയാൾക്ക് മാത്രമേ നമ്മളെ ചതിക്കാനും കഴിയൂ. ഏറ്റവും പ്രിയപ്പെട്ടവരാകും നമ്മളെ പറ്റിക്കുക. ചതിക്കുമെന്ന് കരുതിയിട്ടല്ലോ സൗഹൃദം തുടങ്ങുന്നത്. തെറ്റിദ്ധാരണ മൂലവും സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ആരോടും ദേഷ്യമില്ല. കർമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സ്വർഗവും നരകവും ഇവിടെ തന്നെയാണ്. കൺമുന്നിൽ പലതും കണ്ടിട്ടുണ്ടെന്നും വീണ പറഞ്ഞു. എന്റെ മകൻ അമ്പാടി അവൻ വളരെ അൺസ്റ്റേബിൾ ആണ്. ദൈവം എന്റെ വിഷമവും സങ്കടവും ഒക്കെ കണ്ടിട്ട് തന്ന കുഞ്ഞിനെ പോലെ ഞാൻ വിഷമിച്ചാലും അവന്റെ അച്ഛൻ വിഷമിച്ചാലും അവൻ അത് ഹാൻഡിൽ ചെയ്യും. രണ്ടുപേരെയും അവൻ വിഷമിപ്പിക്കില്ല, ഒന്നിനും വാശിയില്ല. ജനിച്ച് 91-ാം ദിവസം മുതൽ അവൻ എനിക്കൊപ്പം ലൊക്കേഷനിൽ വരാൻ തുടങ്ങിയതാണ്. ഒന്നുകിൽ കണ്ണന്റെ അല്ലെങ്കിൽ അച്ഛന്റെയോ അമ്മയുടെയോ സ്വഭാവമാണ് അവന്. എന്തായാലും എന്റെ സ്വഭാവമല്ല. ഒരു പങ്കാളിയെ എനിക്ക് വേണം, അങ്ങനൊരാൾ വേണമെന്നത് ആവശ്യമാണ്. അന്നും ഇന്നും ഫാമിലി ലൈഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാളത്തേക്കെന്നല്ല, ടൈം എടുത്ത് ആലോചിച്ച് അങ്ങനൊരാൾ വന്നാൽ വിവാഹമുണ്ടാകും. ഷൂട്ടും ടെൻഷനും എല്ലാം കഴിഞ്ഞു വരുമ്പോൾ എടി പോട്ടെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്ന എന്റെ അച്ഛനെ പോലെ ഒരാളെ കണ്ടുമുട്ടിയാൽ വിവാഹമുണ്ടാകും. എന്റെ അമ്മയെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്ന ാണ് അച്ഛൻ. അങ്ങനെ ഒരാളെ ഇതുവരെ കണ്ടുവച്ചിട്ടില്ല. വിവാഹം കഴിക്കണം. അച്ഛനും അമ്മയും ഒന്നുമില്ലാത്തതുകൊണ്ട് നമ്മളെ വിളിച്ചന്വേഷിക്കാൻ ഒരാൾ വേണമെന്നും വീണ പറഞ്ഞു. ബിഗ് ബോസ് ഷോ നന്നായി ഉപയോഗിക്കാൻ കഴിയാതെ പോയതിന്റെ സങ്കടവും വീണ പങ്കുവച്ചു. അന്ന് 24 മണിക്കൂർ ലൈവ് ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും സൈബർ ബുള്ളിങ് കിട്ടില്ലായിരുന്നു. ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷേ അവർ നമ്മളെ വെച്ച് ഒരു സ്റ്റോറി ഉണ്ടാക്കും. എല്ലാത്തിനുമുള്ള അനുവാദം എഴുതി കൊടുത്തിട്ടാണ് നമ്മൾ ഷോയിലേക്ക് പോകുന്നത്. എഗ്രിമെന്റിലെല്ലാം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. രജിത്തേട്ടന്റെ പേരിലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സൈബർ ബുള്ളിങ് ലഭിച്ചത്. രജിത്തേട്ടന് സപ്പോർട്ട് ഉണ്ടെന്ന് സേവ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാകും. മാത്രമല്ല ആളുകളുടെ ക്ലാപ്പും കേൾക്കാമല്ലോ. പക്ഷേ എന്ന് കരുതി നമുക്ക് സ്വിച്ച് ഇട്ടതുപോലെ മാറാൻ പറ്റില്ലല്ലോ. പുള്ളിക്ക് എന്റെ അച്ഛനുമായി ചെറിയ മുഖഛായ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചിലർ അവിടെ പോയിട്ട് കുക്കിങ്ങും കൂട്ടുകാർ ചേട്ടനെ പോലെ ഒരാൾ, അനിയനെ പോലെ ഒരാൾ എന്നൊക്കെ ബന്ധമുണ്ടാക്കാൻ നടന്ന് ഫാമിലി ഉണ്ടാക്കാൻ പോയതുപോലെയായി. ഇത്രയും വലിയൊരു ഷോയിൽ അവസരം കിട്ടിയിട്ടും നന്നായി യൂസ് ചെയ്തില്ല. ബിഗ് ബോസിൽ അവസരം കിട്ടിയാൽ ഇനിയും പോകും. പോകില്ല എന്ന് പറയുന്നവരെല്ലാം ചാൻസ് കിട്ടിയാൽ പോകും. പോവില്ലെന്ന് വെറുതെ പറയുന്നതാണ്. അതുപോലെ നല്ല എമൗണ്ട് പ്രതിഫലമായി കിട്ടും. ഇത്രയും പ്രതിഫലം കിട്ടുന്ന മറ്റൊരു ഷോയില്ലെന്നും വീണ പറഞ്ഞു. അതേസമയം തങ്ങൾക്കിടയിൽ സംഭവിച്ചതിനെ കുറിച്ചും വീണ തുറന്നു പറഞ്ഞിരുന്നു. കോളിളക്കം സൃഷ്ടിച്ച പ്രണയ വിവാഹം കഴിച്ചവരായിരുന്നു എന്റെ മാതാപിതാക്കൾ. അവർ പറയുമായിരുന്നു ഞങ്ങൾ ഒരുമിച്ചേ മരിക്കുകയുള്ളൂ എന്നായിരുന്നു. അങ്ങനെ തന്നെയാണ് അവർ മരിച്ചതും. അമ്മ മരിച്ച 6 മാസം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അച്ഛനെ പോലെ ഒരാൾ എന്റെ ഭർത്താവാകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്റെ ആദ്യ വിവാഹ ബന്ധം നല്ല ലൈഫായിരുന്നു. പിന്നീട് കുറച്ച് താളപ്പിഴകൾ വന്നപ്പോൾ അത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. എന്റെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല സംഭവിക്കുക. സഹോദരൻ പറഞ്ഞത് നിന്റെ തീരുമാനമാണ് എന്നാണ്. മാതാപിതാക്കളായിരുന്നുവെങ്കിൽ ചിലപ്പോൾ അതായിരിക്കില്ല പറയുക. കണ്ണന്റെ വീട്ടിൽ എനിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ ഉണ്ടായിരുന്നു.
എന്നാൽ ഉള്ള മോശം ഓർമ്മകൾ അത്ര നല്ലതല്ല, അത്രയേ ഉള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തോട് ദേഷ്യമോ വെറുപ്പോ എനിക്കില്ല. മാത്രമല്ല എൻ്റെ മോന്റെ അച്ഛൻ എന്ന നിലയ്ക്ക് എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ പിരിഞ്ഞെന്ന് കരുതി പരസ്പരം കരിവാരി തേക്കാൻ സാധിക്കില്ല. അദ്ദേഹം നല്ല മനുഷ്യനാണ്. ഞങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ഞങ്ങളെ ബാധിച്ചത്. എന്നാൽ ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ മകനെ ബാധിച്ചിട്ടില്ല. ശരിക്കും ഞാൻ ഇപ്പോൾ പഴയ ആളല്ല. എന്തിനേയും നേരിടാൻ പഠിച്ചു. പണ്ട് എനിക്ക് കുലസ്ത്രീ പരിവേഷമായിരുന്നു. കുലസ്ത്രീയായിരിക്കുന്നതല്ല ലൈഫ്. അദ്ദേഹത്തിന് ചേരുന്ന ആൾ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത്. അവർ നല്ല സ്ത്രീയാണ്. അവർ എന്തായാലും അന്വേഷിക്കുമല്ലോ. ചേരേണ്ടവർ തന്നെയാണ് ചേർന്നിരിക്കുന്നത്. വിഷമമുണ്ടോ ചോദിച്ചാൽ മനുഷ്യനല്ലേ പുള്ളി. ഇപ്പോഴും ഞങ്ങൾ രണ്ടും ഒരുമിച്ച് കേട്ടിരുന്ന പാട്ടുകൾ ആലോചിക്കുമ്പോൾ ഇപ്പോഴും പുള്ളിയെ ഓർമ്മ വരും. അമ്പാടിയുടെ പഴയ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ നോട്ടിഫിക്കേഷൻ വരും. ഞങ്ങൾ ഒരുമിച്ചുള്ളതല്ലേ അതൊക്കെ. ഇത് അദ്ദേഹത്തിനും കാണാം. അദ്ദേഹത്തിലും ഇതൊക്കെ റിഫ്ലക്ട് ചെയ്യും. മനുഷ്യരല്ലേ, പക്ഷെ വൈരാഗ്യമൊന്നും മനസ്സിൽ വെക്കുന്ന ആളല്ല അദ്ദേഹം. ഞാനുമല്ല. മകന്റെ കസ്റ്റഡി എനിക്കാണെന്നേ ഉള്ളൂ. ഞങ്ങൾ രണ്ടാളും ചേർന്നാണ് മകനെ നോക്കുന്നത്. ഈ സമയത്തായിരുന്നു ഒരുപക്ഷെ എന്റെ വിവാഹം നടക്കുന്നത് എങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ നേരിടില്ല. അന്ന് എടുത്തുചാടി പലതും ചെയ്തു. മുന്നും പിന്നും ആലോചിക്കാതെ പലതും ചെയ്തു കൂട്ടി. ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന വ്യക്തമായ ധാരണയുണ്ട്. ഇപ്പോൾ 30 വയസ്സാകുമ്പോഴേ പെൺകുട്ടികൾ വിവാഹം കഴിക്കാവുള്ളൂ എന്നാണ് പറയാറുള്ളത്. കാരണം ആ പ്രായമെങ്കിലും ആയാലേ പക്വത വരികയുള്ളൂ. ചിലപ്പോൾ കാര്യങ്ങളിൽ പക്വത വരാൻ സമയമെടുക്കും. എന്തായാലും ഇപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എന്നും വീണ നായർ വ്യക്തമാക്കി. മകന്റെ വെക്കേഷൻ കാലമൊക്കെ ആസ്വദിക്കുന്ന വീഡിയോ അമൻ നേരത്തെ പങ്കുവച്ചിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് വീണ നായർക്കൊപ്പമുള്ള ഒരു വീഡിയോ നടിയുടെ മുൻ ഭർത്താവ് അമൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി ഷെയർ ചെയ്തിരുന്നു. മകന്റെ പ്രവേശനോത്സവത്തിന് വീണ പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ അമൻ ഷെയർ ചെയ്തിരിക്കുന്നത്. കുഞ്ഞിനെ വിളിച്ചുണർത്തി കുളിപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് നൽകി പ്രാർത്ഥിച്ച് സ്കൂളിലേക്ക് വിടുന്ന വീണ നായരെ ആ വീഡിയോയിൽ കാണാം. RJ അമനായിരുന്നു വീണ നായരുടെ ഭർത്താവ്. ഇരുവരും പ്രണയിച്ച് വിവാഹിതരായവരാണ്. എന്നാൽ പിന്നീട് ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് വേർപിരിഞ്ഞു. വിവാഹമോചന ഗോസിപ്പ് വർഷങ്ങളായി പ്രചരിക്കുന്നുണ്ടെങ്കിലും മാസങ്ങൾക്ക് മുൻപാണ് നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയത്. അതിനുശേഷം വീണ പ്രതികരിക്കുകയും ചെയ്തു. പൂർണ്ണമായും ആ ബന്ധത്തിൽ നിന്ന് മുന്നോട്ട് വന്നു എന്നാണ് വീണ നായർ പറഞ്ഞത്. ഇപ്പോൾ കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണ് വീണ. ഡാൻസും അഭിനയവും ഒക്കെയായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ജീവിതത്തിലെ പുതിയ ആ സർപ്രൈസിന്റെ ഹിന്റ് നൽകിയിരിക്കുന്നത്. ഭർത്താവുമായി വേർപിരിഞ്ഞതിനു ശേഷം മകൻ അമ്പാടി വീണ നായർക്കൊപ്പമാണുള്ളത്.